വീട്ടിൽ തന്നെ ആക്കാം. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അവിടുത്തെ നമ്മുടെ ആളുകളെ വീട്ടിൽ തന്നെ വരാറ്. ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. അപ്പൊ അധികം വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് അത്. ആ മൂലക്കൊരു പേരുണ്ട്, കന്നിമൂല. ഈ കന്നി എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ അർത്ഥം ചെയ്യുന്നവർക്ക് അറിയില്ല. പക്ഷെ അതുമായി ആ കച്ചിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കന്നിദേവൻ ഇരിക്കുന്നത് മൂലയാണത്, വടക്ക് പടിഞ്ഞാറ് മൂല. അവിടെ വെച്ചിട്ടാണ് ആ കല്ല് കർമ്മം തുടങ്ങിയിട്ടാണ് ചെയ്യാറ്. ഇതുമായി ബന്ധപ്പെട്ട് ദീനിലുള്ള അല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിൽ ഏതെങ്കിലും പ്രത്യേകിച്ചൊരു മൂലമുണ്ടോ, അത് ഏതാണ്, ദീനിൽ പ്രബലമായ വല്ല തെളിവുണ്ടോ, അതോ നമുക്ക് നഖശികാന്തത്തെ എതിർക്കാൻ പറ്റുമോ? 3 കാര്യമാണ് ചോദിച്ചത്. ഒന്ന്, പള്ളിയിൽ തറാവീഹ് നടക്കുമ്പോൾ ആ ഇമാമിനെ പിന്തുടർന്ന് ആ ഖിറാഅത്ത് കേട്ട് സ്ത്രീകൾ തുടരുന്നുണ്ട്. ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമിനേക്കാൾ മുൻകടക്കാൻ പാടില്ല. അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഇമാമിന്റെ മുമ്പിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ അത് തുടർച്ചയെ ബാധിക്കും. അത് ശരിയല്ല. ഇമാമിനേക്കാൾ പിറകിലാണ് മഅ്മൂമിങ്ങൾ എപ്പോഴും ഉണ്ടാവേണ്ടത്. നമ്മളൊക്കെ സാധാരണ മഹല്ല പള്ളിയിലടക്കം മുകളിലെ തട്ടിലേക്ക് പോയാൽ അവിടെ കാണാൻ ഏറ്റവും പണ്ടൊരു തൊപ്പല് ഒരു ഹോൾ ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഇമാമിന്റെ പൊസിഷൻ ഇതാണ്, ഇതിന് മുമ്പിലേക്ക് നിൽക്കരുത് എന്ന അടയാളം കൂടി ആയിട്ടാണ് ആ ഹോൾ ഉണ്ടാക്കുന്നത്. താഴേക്ക് കാണാനും ശബ്ദം കേൾക്കാനും കൂടി ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇമാമിനെ മുൻകടക്കാൻ പാടില്ല. അത് തുടർച്ചയുടെ നിയമമാണ്. അത് ആണായാലും പെണ്ണായാലും ഇമാമിന്റെ പിറകിലാണ് അവർ മഅ്മൂമുകളായിട്ട് വരികയാണെങ്കിൽ ഉണ്ടാവേണ്ടത് എന്നതാണ് ആ വിഷയത്തിലുള്ള നിർദ്ദേശം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. രണ്ടാമത് പറഞ്ഞത് എന്തിനു അഖീഖത്ത് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് ആൺകുട്ടിയാണെങ്കിൽ 2 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്. വ്യക്തമായി ധാരാളം ഹദീസിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് പെൺകുട്ടിക്ക് 1 ആടാണ് പരിപൂർണമായ സുന്നത്ത്, ആൺകുട്ടിക്ക് 2 ആടുമാണ് ഉള്ള സുന്നത്ത്. അതാണ് അതിലെ അഫ്ളൽ. ഇനി അല്ലാത്ത പറ്റോ അത് സ്വീകാര്യമാണോ എന്നുള്ളതൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് ഇത് രണ്ടുമേ ഉള്ളൂ. ഇനി അതിലേക്ക് വെച്ചിട്ട് അതല്ലാത്ത അറക്കാൻ പറ്റുമോ ഇല്ലേ, ചില ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് എന്നല്ലാതെ കൃത്യമായ ഒരു പ്രമാണമായി നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ആ വിഷയത്തിൽ അധ്യാപനങ്ങൾ വന്നിട്ടില്ല. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോ അല്ലാത്ത ബാധ്യത തീരുമോ, അത് പിന്നെ അതിന് പകരമാകുമോ എന്നൊക്കെയുള്ള ചർച്ചകളിൽ പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ചിലരൊക്കെ അല്ലാത്ത പറ്റും എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് അതിനെ അവലംബിക്കാവുന്ന തെളിവുകൾ അവരാരും പറഞ്ഞതായി കാണുന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠം ആണാണെങ്കിൽ 2 ആട്, പെണ്ണാണെങ്കിൽ 1 ആട്. അല്ലാത്ത അർത്ഥാൽ തിന്നാൻ പാടില്ലാന്നോ അത് പങ്കെടുക്കാൻ പാടില്ലാന്നോ എന്നൊന്നുമില്ല. തിന്നാതായാലും പറ്റും, താമസമാണ്. പക്ഷെ അത് ഹഖീഖത്ത് എന്ന വകുപ്പിലേക്ക് എത്തുമോ, അതിന്റെ പ്രതിഫലം കിട്ടുമോ, ആ ബാധ്യത തീരുമോ എന്നിടത്ത് പണ്ഡിത ലോകത്ത് ചർച്ച ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠം ആൺകുട്ടിക്ക് 2 ആടും പെൺകുട്ടിക്ക് 1 ആടുമാണ്. മൂന്നാമത് അങ്ങനൊന്നുമില്ല. പോത്തിന്റെ കഴുത്തിലും കുട്ടിയുടെ തലയിലും ഒപ്പം കത്തിക്കണം എന്നാണ് പറച്ചത്. അങ്ങനൊന്നും ഏതായിരുന്നാലും ഇല്ല. 7-ാം ദിവസം നിങ്ങൾ മുടി കളയുക, അക്കീക്ക അറുക്കുക, നല്ല പേരിടുക എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ അത് ഒരേ സമയത്താണെന്നില്ല. രാവിലെ അറുത്തു, വൈകുന്നേരം മുടി അണിഞ്ഞു, രാവിലെ മുടി അണിഞ്ഞു, വൈകുന്നേരം അറുത്തു, അതൊന്നും 7-ാം ദിവസമാണ് അത് നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ടത്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരേ സമയത്ത് ഇവരിങ്ങനെ പോത്തിന് കല്ലിട്ട് ഇങ്ങനെ നിൽക്കുക, അവിടെ നിൽക്കുക, ആയിട്ടില്ല നിൽക്കുക, അതൊന്നും ചെയ്യാനും പാടില്ല. ആ ജീവിയോട് കാണിക്കുന്ന ഒരു കരുണ കുറവിന്റെ ഭാഗം കൂടിയാണ്. അത് അറക്കുന്നതെങ്കിൽ മാന്യമായി അറക്കാൻ തന്നെയാണ് മതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പലതരം ഇല്ല. മൂന്നാമത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് പറഞ്ഞപ്പോൾ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വടക്ക് പടിഞ്ഞാറല്ല, തെക്ക് പടിഞ്ഞാറ് മൂല. അതിനാണ് കന്നിമൂല എന്ന് സാധാരണ പറയാറുള്ളത്. അത് ഹൈന്ദവ വിശ്വാസങ്ങളിൽ നിന്ന് വന്ന ഒന്നാണ്. വാസ്തുദേവൻ എന്ന് പറയുന്ന ഒരു ദേവന്റെ അധികാര കേന്ദ്രമായി തെക്ക് പടിഞ്ഞാറ് മൂലയെ പരിചയപ്പെടുത്തപ്പെടുന്നു. ശിവന്റെ നെറ്റിയിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് ഉതിർന്നു വീണുവെന്നും ആ വിയർപ്പിൽ നിന്ന് ഭീമാകാരനായ രൂപം സൃഷ്ടിക്കപ്പെട്ടുവെന്നും ആ രൂപമാണ് വാസ്തുദേവൻ എന്നറിയപ്പെടുന്നത്. അവൻ ശിവനെ പ്രിയപ്പെടുത്തി വരം വാങ്ങി. ആ വരമാണ് ആളുകൾ താമസിക്കുന്ന കെട്ടിടമുണ്ടാക്കുന്ന എല്ലാ സ്ഥലത്തിന്റെയും ആധിപത്യം എനിക്ക് വേണം എന്ന് അവൻ ആവശ്യപ്പെട്ടു. ആ വരം നൽകി
അങ്ങനെ അതോടുകൂടി മനുഷ്യന്മാർ താമസിക്കാനും വസിക്കാനും കച്ചവടത്തിനുമൊക്കെ സാധിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും നിൽക്കുന്ന സ്ഥലത്തിന്റെ ആധിപത്യം അവന് കിട്ടി. അവൻ ആ സ്ഥലങ്ങളിൽ തെക്കു പടിഞ്ഞാറ് മൂലയിൽ അവൻ കമഴ്ന്നടിച്ച് കിടക്കുന്നു എന്നാണ് ഹൈന്ദവ വിശ്വാസം. ആ വിശ്വാസപ്രകാരം ഇനി അവിടെ വീടെടുക്കണോ, അവിടെ നിർമ്മാണം നടത്തണോ എങ്കിൽ ആ ദേവനെ പ്രീതിപ്പെടുത്തിയിട്ട് വേണം, അല്ലെങ്കിൽ അവന്റെ ശല്യം എന്നേക്കും ആ കെട്ടിടത്തിലുണ്ടാകും എന്നാണ് അവരുടെ വിശ്വാസം. അപ്പൊ അവിടെ ആദ്യം അവനെ പ്രീതിപ്പെടുത്തി ആവശ്യമായ പൂജകൾ ചെയ്ത് അങ്ങനെ അവന്റെ ഒരു അനുവാദം കിട്ടിയിട്ട് വേണം അവിടെ ഉണ്ടാക്കാൻ. അത് ഡിമാൻഡുണ്ട്. ഒന്ന്, വെള്ളത്തിന് ടാങ്ക് ആ ഭാഗത്ത് വരാൻ പാടില്ല. അതൊക്കെ അവനെ കോപിപ്പിക്കുന്നതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവൻ ശല്യപ്പെടുത്തും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെന്നും ആ ശല്യം ഉണ്ടാകും, വീട്ടിൽ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകും. എന്നിട്ടാണ് ചില ആളുകൾ വന്നിട്ട് പറയും, ആ കിണറ് അവിടുന്ന് ഒഴിവാക്കി പൊളിക്കണം, ആ ബാത്റൂം പൊളിക്കണം, അത് അവിടെ പറ്റൂല, അത് ആ സൈഡിൽ ശരിയാവില്ല, അല്ലെങ്കിൽ അവിടെ ആ മരം നിർത്താൻ പാടില്ല, ആ മരം ഒഴിവാക്കണം എന്നൊക്കെ പലപ്പോഴും പറയാറുള്ളത് ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് കൊടിയ ശുൽക്കാണ്. ഒരിക്കലും ഒരു ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരാൾക്ക് ആലോചിക്കാൻ പോലും കഴിച്ചാത്ത ഒന്നാണ്. അങ്ങനത്തെ ദേവനുമില്ല, അങ്ങനത്തെ ശിവനുമില്ല, അങ്ങനെ വിയർത്തിട്ടുമില്ല, അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുമില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. കേവലം സങ്കല്പ കഥാപാത്രങ്ങൾ മാത്രം. അപ്പൊ അതിന്റെ പേരിൽ മാത്രം ഇത്തരം വിശ്വാസം ഉണ്ടായിക്കൂടാ. അതാണ് യഥാർത്ഥത്തിൽ കുറ്റിപൂജ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറ്റൂസയായി മാറി. നമ്മുടെ കുറ്റൂസ് ഉണ്ടല്ലോ, എപ്പോഴേ കഴിഞ്ഞ അവസാനം കുറ്റൂസ, കുറ്റിപൂജ, അതാണ് കുറ്റൂസ. അപ്പൊ അവസാനം ഓനെ ഒന്നും കൂടി പൂജിച്ച് തൃപ്തിപ്പെടുത്തി ഗോമാതാവിന്റെ പാലെടുത്ത് അത് കാച്ചി അത് അടുപ്പിലേക്ക് പൂർണ്ണമായും ആ പാലങ്ങ് തിളച്ചു മാഞ്ഞ് ഒഴിഞ്ഞു പോയാൽ പിന്നെ ഒരു തൃപ്തിയായി. അങ്ങനെ പോലെ 100% പ്രീതിപ്പെട്ട് ശല്യമൊന്നും ചെയ്യരുത്, ഞാൻ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ ഒരു കീഴിലായിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു പോവുക എന്നാണ് അതിലൂടെ അവർ സങ്കല്പിച്ചുണ്ടാക്കുന്നത്. അങ്ങനത്തെ വിഷയമേ ഇല്ല. ഇസ്ലാം അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഏത് ഭാഗത്ത് എവിടുന്നാണ് കാറ്റും പിടിച്ചും കുറ്റ അവർക്ക് അഭിമുഖമായിട്ട് പോകാൻ എങ്ങനെയും വീടുണ്ടാക്കാം എന്നല്ലാതെ. പഴയ കാലത്തൊക്കെ നമുക്കല്ല, 1 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ തങ്ങളിങ്ങനെ മൊത്തം നടക്കല, ഒരു സ്ഥാനം കിട്ടാൻ മതി. അതിന് 10 സെന്റ് വിറ്റാലോ അത് വേറെടുത്തും വാങ്ങി, അപ്പോൾ ഓനോട് സ്ഥാനം കിട്ടും ചെയ്യും. അയാൾക്കപ്പോൾ സ്ഥലം കിട്ടും. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ സ്ഥലം വളർന്ന് കുറഞ്ഞ് വരുമ്പോ 5 സെന്റിനും 3 സെന്റ് 2 സെന്റൊക്കെ പെര വന്നല്ലോ, അവിടെയൊക്കെ സ്ഥാനം. 1 ഏക്കറിലുള്ള കാലത്തെ സ്ഥലം ഇയാൾ മൊത്തം നടന്നിട്ടും സ്ഥാനത്ത് കിട്ടൂല. അപ്പൊ അതൊന്നും ഇല്ല. അതൊക്കെ എന്നിട്ട് ചില ആളുകൾ അറബി മാന്ത്രികം, അതേപോലെ ഇസ്ലാമിക തച്ചുശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വളരെ ചില ആളുകളെ കുറെ പുസ്തകം കേൾക്കിയിട്ട് അങ്ങനെയൊക്കെ രംഗത്തുണ്ട്. അങ്ങനൊന്നും അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് അല്ലാഹു തന്ന ഭൂമിയൊക്കെ നമുക്കുള്ളതാണ്. ഖലഖലക്കും മാഫിൽ അർളി ജമീഅൻ, ഭൂമിയിലും അതിലുള്ള മുഴുവനും നിനക്ക് വേണ്ടി പഠിച്ചാണെന്ന് പഠിച്ചവൻ പറഞ്ഞൊക്കെ നമ്മൾ തന്നെയാണ്. ബിസ്മില്ലാഹി റബ്ബിൽ തവക്കലാക്കി നമുക്ക് എവിടെയും അല്ല പഠിപ്പിച്ച ഹലാലായ വഴിക്കുണ്ടാക്കി പണം കൊണ്ട് ന്യായമായ നിലയിൽ എവിടെയും നമുക്ക് നിർമ്മാണങ്ങൾ നടത്താം. അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. തട്ടിപ്പറിച്ച ഭൂമിയാകാൻ പാടില്ല, അന്യായമായി ഭൂമിയാകാൻ പാടില്ല, അന്യായമായ സമ്പത്താകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പഠിച്ചവരുടെ ഭാഗത്തുള്ള വർക്കത്തിൽ ഉണ്ടാവില്ല എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഇമാമിന്റെ പോക്ക് വരവ് കൃത്യമായി അറിയണം. ഇമാമിന്റെ ചലനങ്ങൾ, പോക്ക് വരവുകൾ കൃത്യമായി മഅ്മൂമ് അറിയേണ്ടതുണ്ട്. അതാണ് അതിലുള്ള ഒരു നിയമം. പിന്നെ ഇമാമുമായിട്ടുള്ള സ്വത്തിന് നേതൃത്വത്തിയായിട്ട് വരണോ? ശാഫിഈ മദ്ഹബിലൊക്കെ പ്രധാന അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് മുറിയാൻ പാടില്ല എന്ന അഭിപ്രായമുണ്ട്. പറ്റും, ഇമാമായി നിൽക്കാം, പരിവർത്തകമാവണമെന്നില്ല, അല്ലാതെ നിൽക്കാം. ആയിഷ റളിയല്ലാഹു അൻഹാക്കൊക്കെ തറാവീഹിന് പ്രത്യേകമായി ഇമാമുണ്ടായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അതിന് വിരോധമൊന്നുമില്ല. ക്ഷാണം പൊന്നും കൂടിക്കഴിയുന്ന രൂപമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹറാമിലേക്ക് വഴിവെക്കുന്ന രീതികളോ അതൊന്നും പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നല്ലാതെ മറ്റൊരു തെറ്റാണ് ഇതൊന്നും പറഞ്ഞുകൂടാ. അതിലൊക്കെ സഹാബത്തിന്റെ മാതൃക നമുക്ക് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതാണ് പുതിയ വീട് താമസമാക്കുമ്പോൾ, വീട് നല്ല ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കർമ്മങ്ങളോ മറ്റോ ഒന്നും ഇല്ല. ഇതിനെ ചൊല്ലി നമുക്ക് സൗകര്യമുള്ള സമയത്ത് നമുക്ക് ആവാം. ഒരു മൊത്തത്തിൽ മുസ്ലിം ഉമ്മത്തിന്, അല്ലാഹു റസൂലിന്റെ ഉമ്മത്തിന് ബറക്കത്തുള്ള സമയമായി പ്രഭാത സമയം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് മാത്രമല്ല, വീട് കുടിക്കാൻ മാത്രമല്ല, എല്ലാത്തിലും എതിരങ്ങൾ ദുആ ചെയ്ത് അല്ലാഹു ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എന്റെ ഉമ്മത്തിന് പ്രഭാത സമയത്ത് നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നിനക്ക് പ്രഭാത സമയത്തിന് മൊത്തത്തിൽ മറ്റു സമയം അപേക്ഷിച്ച് എല്ലാ കാലത്തും നമുക്കിത് ബർക്കത്തുണ്ട്. യാത്ര പോവുകയാണെങ്കിലും അതേപോലെ എല്ലാത്തിലും പ്രഭാത സമയം ഒരു മൊത്തത്തിന് ബർക്കത്തുള്ള സമയമാണ്. എന്തുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നല്ലാതെ
താമസാക്കാൻ വീട് കൂടാൻ രാവിലെ പറ്റുള്ളൂ. എന്നിട്ട് പള്ളിക്ക് നമ്മൾ ജമാഅത്തും കൂടി ഇല്ലാതെ ഒന്നാകെ എല്ലാവരും വീട്ടിൽ അവിടെ ജമാഅത്ത് നിസ്കരിക്കുക, ആ വക ഏർപ്പാടൊന്നും ഇല്ല. ജമാഅത്ത് നടക്കേണ്ടത് പള്ളി തന്നെയാണ്, വീട്ടിലല്ല. വീട്ടിൽ കുടുംബം പ്രത്യേകിച്ച് പുതിയ നിസ്കാരമുണ്ടോ? ഇല്ല. പുതിയ എന്തെങ്കിലും അങ്ങനെ ആർക്കൊന്നും പഠിപ്പിക്കപ്പെട്ടില്ല. ബിസ്മിൻ ചൊല്ലി അവന് കയറാം. ഒരു നിസ്കാര സമയമാണെങ്കിൽ പോലെ നിസ്കരിക്കാം. ഇനി അല്ല, ഒരു ശുക്രായിക്കൊണ്ട് ഒരു സന്തോഷത്തിലേക്ക് ഭാഗത്ത് സ്വതന്ത്രമായി ഒരാൾ ഒരു ഖുർആൻ ഓതുകയോ ദിക്ർ ചെല്ലുകയോ ദുആ ചെയ്യുകയോ ഹംദുലില്ലാഹ് പറയുകയോ ബിസ്മി ചെല്ലുകയോ രണ്ടൊക്കെ നിസ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഭാഗമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക നിസ്കാര കാര്യങ്ങളോ ഒന്നും അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് ഉച്ചക്കും വൈകുന്നേരം രാത്രിയും ഒക്കെ ഇതിനൊക്കെ താമസം ഉറങ്ങാൻ പറ്റും. മൊത്തത്തിൽ സമയങ്ങളിൽ പ്രഭാത സമയം എന്നുള്ളത് മൊത്തത്തിൽ ബർക്കത്തുള്ള സമയമാണ്. നബി ആ വർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ആ നിരക്ക് വേണമെങ്കിൽ അവർക്ക് ചെയ്യാം, ആ സമയം തെരഞ്ഞെടുക്കാം. അത് എല്ലാത്തിനും പറ്റും, യാത്രക്കും പറ്റും, എല്ലാത്തിനും പറ്റും. എന്നതുപോലെ ഇതിനും വേണമെങ്കിൽ അയാൾക്ക് എടുക്കാം എന്നേയുള്ളൂ. അല്ലാഹു അസ്സലാമു അലൈക്കും. ഈ മഹാന്മാരായ ആളുകളുടെ കബറിടങ്ങൾ സന്ദർശിക്കുന്നതിൽ പ്രത്യേക പുണ്യങ്ങളുണ്ടോ? അതായത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇപ്പോൾ സിയാറത്ത് ടൂറുകൾ വളരെ സജീവമാണ്. അതിന് പ്രത്യേക ട്രാവൽസുകൾ, അത് പ്രത്യേകം കോച്ചിങ് കൊടുത്തുകൊണ്ട് പല സ്ഥലങ്ങൾക്കും മറ്റു കേരളത്തിലെ മറ്റു ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ആളുകൾ വളരെ സജീവമായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോ ഇത് ഈ ഇത്തരത്തിലുള്ള ഈ മഹാന്മാരായ ആളുകളുടെ മറവത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ പ്രത്യേക പുണ്യമുണ്ടോ? പ്രത്യേകം യാത്ര കെട്ടി പുറപ്പെട്ട് ഒരുങ്ങിയിട്ടുള്ളൊരു പോക്ക് അത് 3 പള്ളിയിലേക്കല്ലാതെ പാടില്ല എന്ന് ഇമാം ബുഖാരി അടക്കം മുതലിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. ലാ തുസദ്ദു ജിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളിയിലേക്കല്ലാതെ യാത്ര കെട്ടി പുറപ്പെടാൻ പാടില്ല. ഒരു പ്രത്യേക പുണ്യം കാണിച്ചുകൊണ്ട് ആ നിലയ്ക്ക് ഒരു ദീനിയായ പരിവേഷം നൽകിക്കൊണ്ടുള്ള യാത്രകൾ അത് 3 പള്ളിയിലേക്ക് പാടുള്ളൂ. മക്കയിലെ മസ്ജിദ് ഹറാം, മദീനയിലെ മസ്ജിദ് നബവി, അതേപോലെ ബൈത്തുൽ മുഖദ്ദസ്. ഈ 3 പള്ളിയിലേക്കല്ലാതെ ആ നിലയ്ക്കുള്ള ഒരു തീർത്ഥയാത്ര പാടില്ല. അത് ഖബറായാലും വേണ്ടില്ല, പള്ളിയായാലും വേണ്ടില്ല. പള്ളിയായാലും ആ 3 പള്ളിയൊക്കെ 4-ാമതൊരു പള്ളിക്ക് ആ നിലയ്ക്ക് പുണ്യം കാണിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പോക്കുണ്ടെങ്കിൽ അത് പാടില്ല. അത് എല്ലാത്തിനും ബാധകമാണ്. എന്നാൽ ഖബർ സിയാറത്ത് മൊത്തത്തിൽ സുന്നത്താണ്. എല്ലാവരുടെ ഖബറും സുന്നത്താണ്. ഖബർ സന്ദർശിക്കുന്നത് നമുക്ക് മരണത്തെപ്പറ്റി ഓർമ്മയുണ്ടാവാനാണ്. ഖബർ സന്ദർശിക്കുന്നതിന് ലക്ഷ്യം മരണചിന്ത, പരലോകത്തെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവാനാണ്. പോകുന്ന കൂട്ടത്തിൽ നമുക്ക് ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഖബറിനെ പോകണമെന്നില്ല. അത് എവിടുന്ന് പ്രാർത്ഥിച്ചാലും ഖബറാളിക്ക് കിട്ടും. എപ്പോഴും ഏത് പ്രാർത്ഥനയിലും ഖബറാളിക്ക് കൂടി നമുക്ക് ഉൾപ്പെടുത്താം, അവർക്ക് കിട്ടും. അപ്പൊ ദ്വാരക്കാൻ വേണ്ടി അവിടെ തന്നെ പോകണം എന്നില്ല. പോകുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് ഞങ്ങൾ പഠിപ്പിച്ചതാണ്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വ ലകുമുൽ ആഫിയ. അത് ചെല്ലുമ്പോൾ ചെയ്യാൻ പ്രാർത്ഥിക്കാനുള്ളതാണ്. ഇത് ദ്വാരക്കാൻ വേണ്ടി അത് പോകണോ? വേണ്ട. പോകുമ്പോൾ നമുക്ക് പറയേണ്ടത് ഇതാണ്. അപ്പൊ അത് ഏത് ഖബറും അത് നമുക്ക് മരണചിന്ത ഏറ്റവും കൂടി എവിടെയാണ് കിട്ടുക, ആ ഖബറൊക്കെ അതിന് പറ്റും. ഇവിടങ്ങളെ ഖബർ സിയാറത്തുകൾ മൊത്തത്തിൽ ഖബർസ്ഥാനിലേക്കാണ്. ഇതൊരു ഖബർ പ്രത്യേകം എടുത്തിട്ട് അവിടെ പോയിട്ട് അയാളെ ഖബറിനെ പോയി സിയാറത്ത് ചെയ്ത് പോരാ എന്നതിനേക്കാളേറെ നബിയുടെ ജീവിതത്തിൽ കാണുന്ന മാതൃക ഖബർസ്ഥാനിലേക്ക് പോകുന്നു. ആരുമില്ലാത്ത സമയങ്ങളിൽ സ്വകാര്യമായി രാത്രികളിൽ ഖബർസ്ഥാനത്ത് നിന്ന് ആ ഖബറുകൾ നോക്കി മരണത്തെക്കുറിച്ച് ഓർത്ത് അതിങ്ങനെ ഒരു ബോധമുണ്ടായി കരഞ്ഞ് തിരിച്ചു പോരുന്ന രീതികളാണ് നബിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. സഹാബത്തും അങ്ങനെയാണ്. അലി റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനത്ത് നിന്ന് ദീർഘമായി നിൽക്കുമായിരുന്നു എന്ന് ഇമാം ഖുർത്തുബിയുടെ അത്തദിക്റ എന്ന കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഖബർസ്ഥാനത്തിലും ദീർഘമായി അങ്ങനെ നിൽക്കും. അദ്ദേഹം ഇങ്ങനെ ഓർക്കും. ഖബറാളികളെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ ആലോചിക്കും. അവന്റെ കുടുംബത്തിൽ അവൻ മരിച്ച ശേഷമുണ്ടായ സംഭവങ്ങൾ അവൻ ഓർക്കും. എന്നിട്ട് പലർത്തിൽ ചിന്തിച്ച് അദ്ദേഹം ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കും എന്ന് കാണിക്കും. അതാണ് ഖബർ സിയാറത്ത്. അല്ലാതെ കളഞ്ഞുപോയ സാധനം കിട്ടാനും ജോലി ശരിയാവാനും വിസ കിട്ടാനും കല്യാണം ശരിയാവാനും ഒന്നുമല്ല ഖബർ സിയാറത്ത്. ഇന്ന് ഖബർ സിയാറത്ത് പലപ്പോഴും അങ്ങനെയാണ്. പലവിധ ആവശ്യമുള്ളവർ തൽക്കാലം ഒരു 10 ഖബറുകൾ പോയി തിരിച്ചു പോന്നാൽ വലിയ ആവശ്യമുണ്ട്. ദുനിയാവ് ഓർക്കാനല്ല ഖബർ സിയാറത്ത്, പരലോകം ഓർക്കാനാണ്. പക്ഷെ പരലോകം ഓർക്കാനുള്ള ഖബർ സിയാറത്ത് ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആക്കിയപ്പോൾ ആളുകൾ മാറ്റി എന്ന് മാത്രം. അങ്ങനത്തെ ഖബർ സിയാറത്ത് ഏതായിരുന്നാലും ഇല്ല. നമ്മുടെ നാട്ടിൽ ഖബർസ്ഥാനിൽ പോകാം,
നമ്മുടെ സുഹൃത്തിന്റെ കബറിനെ പോകാം, ആ നിരക്കുന്ന കബറിനെ ചെന്ന് അവിടെ നിന്ന് ദീർഘമായി അതേക്കുറിച്ച് ഓർത്ത് അത് ആലോചിച്ച് റബ്ബേ എനിക്ക് മരിക്കണല്ലോ എന്ന ആ ചിന്തയുണ്ടായി ജീവിതം അത് പ്രകാരം മാറ്റിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഖബർ സിയാറത്തുകൾ. അല്ലാത്ത ഖബർ സിയാറത്തില്ല. സിയാറത്തോട് ഏതായാലും പാടില്ല. അത് സുന്നത്താന്നല്ല, പാടില്ലാത്ത സംഗതിയാണ്. അങ്ങനെ യാത്ര പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു വണ്ടി വിളിച്ച് ഏർപ്പാടാക്കി ഒരു പ്രത്യേകം യാത്ര കെട്ടി പുറപ്പെടുന്ന ഒരു യാത്ര 3 പള്ളിക്ക് മാത്രമേ ആ നിലയ്ക്ക് പോകാൻ പാടുള്ളൂ. അല്ലാത്തൊരു യാത്ര ഏതായാലും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഒരാൾ മഹാനാണോ മഹാനല്ലേ അത് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അല്ലാഹു തആലയ്ക്കേ അറിയുള്ളൂ ആരൊക്കെ മഹാൻ. നമ്മളെ ഖബർസ്ഥാനം കിടക്കുന്ന എത്ര മഹാന്മാരുണ്ടാവും. അപ്പൊ നമ്മളൊരാളെ ഖബർ കെട്ടി ആറമാക്കിയതുകൊണ്ട് അയാൾ മഹാനായി, അതിന് അങ്ങേപ്പുറത്ത് ചിലപ്പോൾ മാറോ അതിനേക്കാളും തന്നെ ഉണ്ടാവും. ആ ഖബർ കെട്ടിയൊന്നിച്ചിട്ടില്ല, അതോടെ ചാറോ അത് മഹാനല്ലതായി മാറി എന്നൊന്നുമില്ല. അങ്ങനെ മഹാന്റെ ഖബറുമായിട്ട് പ്രത്യേക ഖബർ തെരഞ്ഞെടുത്ത് പോകണമെന്നും നമ്മോട് പറഞ്ഞിട്ടില്ല. ഏത് ഖബറും ഏത് ഖബർസ്ഥാനും ചെന്ന് നിന്നിട്ട് മരണത്തെക്കുറിച്ച് ഓർക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. മാത്രമല്ല ഇത്തരം ഖബറുകൾ തെരഞ്ഞു പിടിച്ചു പോകുന്നിടത്ത് മരണത്തെപ്പറ്റി ഓർക്കാറുമില്ല. മമ്പുറത്ത് പോയി യാത്രയിൽ നോക്കുമ്പോൾ ആരാളിക്ക പരസ്പരം മമ്പുറത്തങ്ങൾ മരിച്ച് എനിക്കും ആളെ മരിക്കുക എന്നൊരു ഓർമ്മ അയക്കുണ്ടായിരുന്നല്ലോ. ആ ഓർമ്മക്കാണോ പോകല്? പള്ളിക്ക് കുട്ടികളെ കൂട്ടി യാത്ര പോകുമ്പോൾ സ്ഥലപ്പെടുന്ന യാത്ര ഒന്നല്ല. നമ്മുടെ മുത്താലികളൊക്കെ മരിക്കുന്നുള്ളത് ഓർമ്മയില്ല. അവിടെ 4 ഖബർ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടെങ്കിലും അവർ ബോധം ഉണ്ടാക്കട്ടെ എന്ന് ഉസ്താദ് പറയും. അതിനല്ലല്ലോ പോണത്. അപ്പൊ അവിടുത്തെ ലക്ഷ്യം മാറുന്നു. അതുകൊണ്ട് ഖബറ് എന്നുള്ളത് മരണത്തെ ഓർക്കാൻ. അതൊരു വേള കാഫിറിന്റെ ഖബറ് പോലും സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന് ചില ഹദീസ് അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അവിശ്വാസിയായ മനുഷ്യനാണ്, അവന്റെ ഖബറ് കണ്ടിട്ട് നമുക്ക് ഈ ബോധം ഉണ്ടാവുമെങ്കിൽ ആ ഖബറ് പോലും അയാൾക്ക് ഉപയോഗപ്പെടുത്ത അനുവദനീയമാണ്. അപ്പൊ സുന്നത്തല്ല, അവിടെ അനുവദനീയമാണ് എന്ന് കൂടി ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അല്ലാഹു അഅലം. അതെ, സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് സുന്നത്തേതായാലും ഇല്ല. ഖബർ സിയാറത്ത് അവർ ഒരു ശീലമാക്കി മാറ്റുന്നതെങ്കിൽ അത് പാടില്ലാത്തതുമാണ്. ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ഖബറിൽ പോകാൻ പാടില്ല എന്നുള്ളതല്ല. ആണുങ്ങളെപ്പോലെ സ്ത്രീകൾക്ക് ഏതായാലും ഖബർ സിയാറത്തില്ല. ഖബർ സിയാറത്ത് ഒരു പതിവാക്കി അവർ അത് ഏർപ്പാടാക്കി മാറ്റുന്നതെങ്കിൽ അത് പാടില്ല, ഹറാമാണതാനും. എന്നാൽ ഒരു സ്ത്രീ പോണ വഴിക്ക് യാത്ര പോവുകയാണ്, ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടെ അവരുടെ വാപ്പാന്റെ ഖബറുണ്ട്, അവിടെ ഒന്ന് എടുത്തു സന്ദർശിച്ചു, അത് പാടില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം ആയിഷ ബീബി നബിയോട് ചോദിച്ചു, നബിയെ ഞാൻ ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? അപ്പൊ നബി ഈ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടു. അപ്പൊ എനിക്കൊരു പാടില്ല എന്നല്ല അവിടെ പറഞ്ഞു. എന്നാൽ ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ നിമിതങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഹദീസ് കാണുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെ? അതാണ് ഈ പറഞ്ഞത്. അതൊരു ഏർപ്പാടാക്കി അതിനിറങ്ങി പുറപ്പെട്ട് ആ വഴിക്ക് നീങ്ങുകയാണെങ്കിൽ അത് അവർക്ക് പാടില്ലാത്തതാണ്. എന്നാൽ പോണ വഴിക്ക് ഖബർസ്ഥാനുണ്ട്, അവിടെ വാപ്പാന്റെ ഖബറുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഖബറുണ്ട്, അവിടെ ഒന്ന് ഒരു സലാം ചൊല്ലി സന്ദർശിച്ചു, ഒന്ന് ആ ഒരു ഓർമ്മ ഉണ്ടായി പോയെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൂടാ. ഏതായാലും ഇന്നത്തെ ഈ ഏർപ്പാട് ഏതായാലും ഇല്ല. ഒരു ഖബറുണ്ടാക്കി അത് കെട്ടിപ്പിടിച്ച് ആറമാക്കി അവിടേക്ക് എല്ലാവരും വന്ന് അതൊരു സിയാറത്ത് കേന്ദ്രമാക്കി മാറ്റി അവിടെ നാർച്ചപ്പറ്റിയും അവിടെ ജാറം മൂടലും അവിടെ പൈസ ഇടലും ആ ഒരു ഏർപ്പാട് ഏതായാലും പഠിപ്പിക്കപ്പെട്ടിട്ടേ ഇല്ല. അത് ഇസ്ലാമിന് അന്യമാണ്. അത് ജൂതന്റെ സമ്പ്രദായമാണ്, ക്രിസ്ത്യാനിയുടെ സമ്പ്രദായമാണ്, മുസ്ലിമീങ്ങളുടെ സമ്പ്രദായമല്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഒരേ സ്ഥലത്തിൽ എല്ലാവരും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം. നമുക്ക് സമയമായി ഉള്ളത്. ഫർദ് നമസ്കാരത്തിൽ ഇമാമ നോക്കിയോതിനെ പറ്റി ഫർദ് നമസ്കാരത്തിൽ ഇമാമ നോക്കിയോന്നായിട്ട് കാണുന്നുണ്ട് ഇവിടെ. ഫർദ് നമസ്കാരത്തിലോ? ഫർദ് നമസ്കാരത്തിൽ നോക്കിയോത് ഫജറിലും ഈശായിലും കാണുന്നുണ്ട്. പാടില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് അതിലൊരു മാതൃക കണ്ടെത്തിയിട്ടില്ല. എന്നാൽ തറാവീഹ് നമസ്കാരത്തിൽ നോക്കി ഓതിയ സംഭവങ്ങൾ സഹാബിമാരിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഫർദിലാണെങ്കിൽ അത് ദീർഘമായി ഓതുകയാണ്, അയാൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി ഖുർആൻ കയ്യപ്പിടിച്ച് ഓതുന്നതെങ്കിൽ അത് തെറ്റല്ല, പാടില്ലാത്ത കാര്യമല്ല. ദീർഘമായി ഓതാൻ അയാൾക്കത് ഉപകരിക്കുമെങ്കിൽ, തെറ്റുകൂടാതെ ഓതാൻ പറ്റുമെങ്കിൽ അതൊരിക്കലും ഒരു നിരുത്സാഹപ്പെടുത്തുന്ന വിഷയമൊന്നുമല്ല. അയാളുടെ ഖുശൂഅയെ ഭക്തിയെ ബാധിക്കാത്ത വിധം അയാൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. കൂട്ടമായി ഖബർ സിയാറത്ത് പോകുന്നത് അങ്ങനെ പാടുണ്ടോ? മുൻകൂട്ടി ഒരു ദിവസവും സമയം നിശ്ചയിച്ചുകൊണ്ട് ഖബർ സിയാറത്ത് നമ്മുടെ നാട്ടിലേക്കാണ് ഖബർ സിയാറത്തേ അല്ല. ഖബർ സിയാറത്ത് എന്നുള്ളത്
ചിലപ്പോൾ നഷ്ടപ്പാതിലാക്കി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. നമ്മൾ എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി ഖബർസ്ഥാനിൽ ചെന്ന് മൊത്തത്തിൽ ആ ഖബറുകൾ നോക്കിയിട്ട്. അതാണ് ഇപ്പൊ അലി ഒരു കാലം ചെയ്തത്. അദ്ദേഹം ഖബർസ്ഥാനിൽ ചെന്നിട്ട് ഞാൻ നിൽക്കുകയാണ്. അദ്ദേഹം സ്വയം ഇങ്ങനെ പറയാൻ, ഖബറാളികളെ എന്താ നിങ്ങളുടെ അവസ്ഥകൾ? എന്നാൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ പോയപ്പോ ഇവിടുത്തെ അവസ്ഥ, നിങ്ങളെ മക്കളൊക്കെ യതീമായി പോയി, നിങ്ങളെ ഭാര്യമാരൊക്കെ കെട്ടിച്ചു പോയി, നിങ്ങളെ സ്വത്തൊക്കെ ഓരിച്ചു പോയി എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹം കരയാണ്. ഇതാണല്ലോ എനിക്ക് വരാനുള്ളത്. അതാണ് ശരിക്ക് ഖബർ സിയാറത്ത്. നമ്മുടെ നാട്ടിലൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് തകാസുർ പറഞ്ഞല്ലോ, അൽഹാകും തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങളെ പരസ്പരം പെരുമ കാണിക്കൽ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറിടം സന്ദർശിക്കുന്നത് വരെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം, മരിച്ച് ഖബറിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ തമ്മിൽ ഈ വലിപ്പത്തിലും പെരുമയും പേരും നടിച്ചുകൊണ്ടിരിക്കും എന്നാണ്. എന്നാൽ ചില തഫ്സീറുകളിൽ കാണാം ഇതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി ഉണ്ട്. പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങൾ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു ഖബർ സിയാറത്ത് വരെ. ഇത് ഖബർ സിയാറത്ത് ശറഅാക്കിയത് പരലോകത്ത് ഓർക്കാനാണ്. അതുപോലും പരസ്പരം പെരുമയുടെ ഭാഗമാക്കി മാറ്റും എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഖബർ സിയാറത്ത് ഇല്ല. ഒരു നോട്ടീസ് അടിച്ച് ഒരു വണ്ടി ഏൽപ്പിച്ച് അതിന് ബുക്ക് ചെയ്ത് അതിന് അഡ്വാൻസ് കൊടുത്ത് ഇതായി ഖബർ സിയാറത്തിന് പൈസ ചെലവില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞ് ചെറുപാടൊക്കെ മറ്റൊരുക്കല്ല പോലെ നമ്മളെ നാട്ടിൽ ഖബർസ്ഥാനിലുണ്ട് ഇഷ്ടംപോലെ ഖബർ. നമ്മളവിടെ ചെന്ന് നിന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ അവിടെ നിന്നിട്ട് പരലോകം ഓർക്കാൻ പ്രമാതി ഖബറുണ്ട്. ഇത് നമ്മളെ മറ്റാള്, ഇത് ഇയാള്, ഇത് ഇന്നാള്, എന്തവരൊക്കെ മരിച്ചുപോയി പോലൊക്കെ ആരെയുന്നു ഇവിടെ ഏതെല്ലാം കുറച്ച് ജീവിച്ചോലോ, നിന്റെ അവസ്ഥ ഇതാണല്ലോ. ഇത് ഓർത്ത് അവരാന്റെ മനസ്സിന്റെ കട്ടി കുറയാൻ, ദുനിയാവിൽ താല്പര്യം കുറയാൻ, കൽബ മനസ്സിന്റെ കാഠിന്യം കുറയാൻ, അതിനൊക്കെ ഖബർ സിയാറത്ത്. ഇല്ല അതൊരു ഏർപ്പാടായിട്ട് അജ്ജിനെ കൊണ്ടുപോകണ പോലെ ഉംറ കൊണ്ടുപോകണ പോലെ അങ്ങനെ കൊണ്ടുപോകേണ്ടുന്ന ഒന്നല്ല എന്ന് നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കുക. അല്ലാഹു അതെ, അത് തീർത്ഥയാത്രയായിട്ടല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ വാക്കിനെ ഉപയോഗിച്ചത്. ഒരു തീർത്ഥയാത്രയായി ഇപ്പൊ രോഗികളെ സന്ദർശിക്കുന്ന സമയത്താണ്. ഏത് രോഗിയെ സന്ദർശിച്ചാലും അത് ഒരുപോലെ തന്നെയാണ്. ഏത് രോഗിയെ സന്ദർശിച്ചാലും ഒരുപോലെ തന്നെയാണ്. ആ നടത്തവും ആ സഞ്ചാരവും ഒക്കെ അയാൾക്ക് പുണ്യമാണ്. എന്നാൽ പ്രത്യേക പുണ്യം കാംക്ഷിച്ചുകൊണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ അത് നിശ്ചയിക്കാൻ കാരണം. നമ്മുടെ നാട്ടിൽ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത്, ചിരൂർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത്, ഇവിടത്തേക്കാൾ കൂടി അവിടെ പോയാൽ കിട്ടും എന്നാണെങ്കിൽ അത് പറ്റില്ല. അങ്ങനെ പോകാവുന്ന പള്ളി ഉള്ളത് 3 ഉള്ളൂ. അതാണ് ആ 3 പള്ളി. ഇവിടെ കബറിനെ പോയാൽ കിട്ടാത്തത് കൂടി എനിക്ക് അവിടെ യാഹൂദ കബറിനെ പോയാൽ കിട്ടും എന്നെടുക്കുകയാണെങ്കിൽ ആ യാത്രനെ പാടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ശ്രദ്ധ ജിഹാദ് എന്ന് പറയുന്നത്. യാത്ര കെട്ടിപ്പുറപ്പെട്ടു പോകണം എന്ന് പറയും. ഈ ഒരു തരത്തിലാണ് ഭൗതികമായ പുറപ്പാടല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഇപ്പൊ നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ യാത്ര കെട്ടിപ്പുറപ്പെട്ട് പോകലുണ്ട്. നമ്മൾ സമ്മേളനത്തിന് പോകുമ്പോൾ യാത്ര കെട്ടിപ്പുറപ്പെട്ട് പോകുന്നുണ്ട്. ഒരു കല്യാണത്തിനോ മറ്റോ ഒരു ദൂരത്തേക്ക് പോകുമ്പോൾ ഒരു വണ്ടിക്ക് ഏർപ്പാടാക്കി അതിന് തയ്യാറായി പോകുന്നുണ്ട്. ആ പോക്കല്ല. അതുകൊണ്ടാണ് പ്രത്യേക പുണ്യം കാംക്ഷിച്ചുകൊണ്ടുള്ള തീർത്ഥയാത്രകൾ. അത് 3 പള്ളിക്കേ പാടുള്ളൂ. അല്ലാത്ത തീർത്ഥാടന കേന്ദ്രം എന്ന് പറയാവുന്ന കേന്ദ്രമില്ല. നമുക്ക് അജ്മീർ നിർവ്വാഹത്തെ പറ്റിയുള്ള പരിസരം എന്താണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം. അങ്ങനത്തെ തീർത്ഥാടന കേന്ദ്രം എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ തീർത്ഥാടനമായി പോകാവുന്നത് 3 സ്ഥലം. അതാണ് ഞാൻ പറഞ്ഞ 3 പള്ളി. മലയാളത്തിൽ ഖുതുബ അല്ലാഹുവിന്റെ റസൂൽ തങ്ങളുടെ ഖുതുബയാണ് നടക്കേണ്ടത്. നബിയുടെ ഖുതുബയെ പറ്റി ഹദീസിൽ വന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. കാന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബത്താനി. നബി സ്വല്ലല്ലാഹു തങ്ങൾക്ക് 2 ഖുതുബ ഉണ്ടായിരുന്നു. യജ്ലിസു ബൈനഹുമ, ആ 2 ഖുതുബക്കിടയിൽ നബി ഇരിക്കുമായിരുന്നു. യഖറഉൽ ഖുർആന, നബി ഖുതുബയിൽ ഖുർആൻ ഓതും. വയുദക്കിറുന്നാസ്, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. നബി ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. അത് ഏതൊക്കെ ഭാഷയിൽ ലഭ്യമാണോ ആ ഭാഷയിലൊക്കെ പറ്റും. അത് അറബി ഉത്ബോധനം നടത്തിയാൽ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാർക്ക് ഉത്ബോധനം കിട്ടുമോ? അറബി മതി. അല്ല, ഏത് ഭാഷയിലാണോ ഉത്ബോധനം ലഭ്യമാവുക അതെടുക്കാവാം. ഈ ഹദീസിൽ നിന്നാണ് ശാഫി മദ്ഹബിൽ ഖുതുബയുടെ റുക്കിനായി വഅള് വേണം എന്ന് വെച്ചത്.
ഷാഫി മതത്തിന്റെ കുത്തുബയുടെ നിർബന്ധ ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ് കുത്തുബയിൽ വഅള് വേണം. നമ്മൾ വഅളിന് എപ്പോഴാണ് ഉസ്താദെ വിളിക്കാം? ഉസ്താദ് വഅളിന് വന്നു 2 മണിക്കൂർ മുമ്പ് അറബി നന്നായി വഅള് പറഞ്ഞു പോയി. എന്താ വഅളിന് നമ്മളാരെയും പറഞ്ഞു? അപ്പൊ കുത്തുബയിൽ വഅള് വേണം എന്ന് ഈ ഹദീസിൽ നിന്നാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തെളിവാക്കിയത്. അപ്പൊ നബിയുടെ കുത്തുബ അതാണ്, ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അതാണ് കുത്തുബ. അവിടെ ഭാഷയേക്കാളേറെ ഇതിനാണ് പ്രാധാന്യം. ഖുർആൻ ഓതണം, ജനങ്ങളെ ഉത്ബോധിപ്പിക്കണം. അത് എങ്ങനെയാണോ സാധ്യമാവുക അങ്ങനെ അത് നടത്തേണ്ടതാണ്. അതാണ് കുത്തുബ. അവിടെ ഭാഷമല്ല ഭാഷ പിടിക്കേണ്ടത്, ഇത് രണ്ടും ഉണ്ടാവണം. ഖുർആൻ ഓതുക, ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. 50 കൊല്ലം പള്ളിക്ക് പോയി കുത്തുബ കേട്ടിട്ട് ഒരു ഉത്ബോധനം കിട്ടാത്ത മനുഷ്യന്മാരുണ്ട്. എന്നാൽ മറ്റൊരു പള്ളിയിൽ പോയി ഒറ്റ വെള്ളിയാഴ്ച കൂടുമ്പോൾ ജീവിതത്തിൽ ആ ഉത്ബോധനം കിട്ടുകയും ചെയ്യുന്നു. ഉത്ബോധനമാണ് അതിന്റെ പ്രധാനം. നബിയുടെ മാതൃക അതാണ്. അല്ലാഹു അഅലം. ശരി. അതെ, അത് ഏതോ ചില വ്യാജന്മാർ വ്യാജമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ 2 ഭാഗം മുറിച്ചെടുത്ത് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി പ്രചരിപ്പിച്ച ഒരു തീർത്തും 100% ഒരു മഹാ തട്ടിപ്പാണ്. അവർ സാധാരണ പറയുന്ന ന്യായമാണ്. കാരണം ഇതാ അഹത്തുൽ മയ്യിത്ത അവൽ മദീന ഫഖൂലു ഖൈറ, രോഗിയെയോ മയ്യിത്തിനൊക്കെ സന്നിഹിതരായാൽ നിങ്ങൾ ഖൈറ് പറയുക. മറ്റൊരു ഹദീസിൽ ഖൈറു കലാമി കലാമുള്ള എന്നുമുണ്ട്. അത് കൂട്ടിവെച്ചിട്ട് ഖുർആൻ തെളിവാക്കലുണ്ട്. അത് ശരിയല്ല എന്ന് പഠിപ്പിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടുള്ള രീതികൾ പഠിപ്പിക്കുന്ന, മത്സരത്തിലുള്ള മര്യാദ പഠിപ്പിക്കുന്ന പ്രസംഗത്തിൽ നിന്ന് 2 കഷ്ണമെടുത്ത് കൂട്ടിച്ചേർത്ത് ആ ഹുസൈൻ സലഫിയും സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാജമായി ഉണ്ടാക്കി വിട്ട ഒരു കഷ്ണം മാത്രമാണ്. അതിന് യഥാർത്ഥം എന്താണ് എന്ന് ആ സീരിയലിന്റെ ഭാഗം തന്നെ കുറച്ച് അപ്പുറപ്പുറം കൂട്ടി മുറിച്ച് അത് നമ്മുടെ ആളുകൾ വ്യാപകമായി വിതരണം ചെയ്തിട്ടുമുണ്ട്. അത് തീർത്തും അദ്ദേഹത്തിന്റെ പേര് വ്യാജമായി പ്രചരിപ്പിച്ച ഒന്നാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു റസൂലിന്റെ മാതൃക ഈ വിഷയത്തിലും വ്യക്തമാണ്. നബിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നബിയുടെ കാലത്ത് ആയിരക്കണക്കിന് സഹാബിമാർ മരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സഹാബയുടെ മയ്യിത്തിനടുത്ത് വന്ന് നബി ഖുർആൻ ഓതിയതോ ഖുർആൻ സഹാബത്ത് നിർദ്ദേശിച്ചതോ ആയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നബി ഞങ്ങൾ ഒഫാത്താകുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 1,14,000-ഓളം സഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. അവരാരെങ്കിലും അവിടെ ഖുർആൻ ഓതിയ സംഭവം ഇല്ല. ആര് മയ്യിത്ത് കുളിപ്പിച്ചു ഹദീസിലുണ്ട്, ആര് കബറൊരുക്കി ഹദീസിലുണ്ട്, ആര് കബറിലേക്ക് ഇറക്കി ഹദീസിലുണ്ട്, ആര് മറമാടി ഹദീസിലുണ്ട്. പക്ഷെ ആര് ഖുർആൻ ഓതി ഹദീസിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മാതൃക ആ വിഷയത്തിൽ ഇല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. നബിയുടെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു സഹാബി റസൂലുള്ളാഹി ഖബറിൽ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ഇബ്നു തൈമിയും അതുപോലെ തന്നെ ഇബ്നു ഹജർ അസ്ഖലാനികളൊക്കെ രേഖപ്പെടുത്തിയെന്ന് അവർ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അങ്ങനെ സംഭവം ഇല്ല. ഈ പറയപ്പെട്ട ആരും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഒരു സഹാബി നബിയുടെ ഖബറിൽ വന്ന് നബിയെ മഴ വേണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവം ഇബ്നു തൈമിയും ഉദ്ധരിച്ചിട്ടില്ല, അസ്ഖലാനിയും ഉദ്ധരിച്ചിട്ടില്ല, ഒരു കിതാബിലും വന്നിട്ടുമില്ല. അനുബന്ധമായ ചില കഥകളുണ്ട്. ആ കഥകളൊക്കെ പോലെ കൂട്ടിച്ചേർത്ത് സഹാബിന്റെ പേരിൽ വ്യാജമായി അത് പ്രചരിപ്പിച്ചു എന്നല്ലാതെ ഒരു സഹാബി നബിയുടെ ഖബറിൽ വന്ന് മഴയ്ക്ക് തേടി എന്ന് പറയുന്ന സംഭവം എവിടെയും ഒരു കിതാബിലും അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇബ്നു ഹജർ പത്തൊരു പാഴിന് വേറെ കഥ ഉണ്ട്. ഇബ്നു തൈമിയല്ല, ഇബ്നു കസീറിന്റെ അൽബിദാഇ വന്നിഹായയിൽ വേറെ കഥ ഉണ്ട്. ഈ കഥക്കപ്പാടെ കൂട്ടിയടിച്ച് സംഘടന ക്ലിപ്പ് പറഞ്ഞപ്പോൾ തന്നെ അതൊക്കെപ്പാടെടുത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇവിടെ ഒരാളെ കഥ പറഞ്ഞു, അപ്പുറത്ത് വേറെ സഹാബിന്റെ പേര് പറഞ്ഞു, അപ്പുറത്ത് വേറെ ഖബറിനെ പോയത് പറഞ്ഞു, ഇപ്പോഴത്തെ ഉമർ ഖത്താബ് അംഗീകരിച്ചത് പറഞ്ഞു. ഇതെല്ലാം കൂടി വിളക്കി ചേർത്ത് എഡിറ്റ് ചെയ്തുണ്ടാക്കിയിട്ടാണ് ഈ കഥ അവർ ഒപ്പിച്ചെടുക്കുന്നത്. അല്ലാതെ ആ പറഞ്ഞ ആളുകൂടി നിങ്ങൾ മാന്യമായി ചോദിക്കാം, ഏത് സഹാബി ഖബറിനെ പോയി നബിയോട് മഴയെ തേടി എന്നുണ്ടോ നിങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ കഴിയില്ല. ഒരു സഹാബിയും ഇവിടെ ഖബറിനെ പോയി മഴയെ തേടിയ ഒറ്റ സംഭവം അവിടെ എവിടെയും വന്നിട്ടില്ല. ഇങ്ങനെ 2, 3, 4 കഷ്ണങ്ങൾ അവിടെ നിന്ന് വന്നാൽ ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ, ഇനി അവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്, അപ്പുറത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ പോയിട്ടുണ്ട്, അപ്പൊ 4 മക്കളും അങ്ങനെ ആയില്ലേ എന്ന് പറഞ്ഞ് 4 കൂടി വിലക്കി ചേർത്തുണ്ടാക്കുക എന്നല്ലാതെ ഇന്ന സഹാബി ഖബറിൽ ചെയ്ത് ചെന്ന് നബിയോട് മഴയ്ക്ക് തേടി എന്ന് പറയുന്ന സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല. ഉമർ ഖത്താബ് അംഗീകരിച്ചിട്ടില്ല, ഉമർ ഖത്താബ് അറിഞ്ഞിട്ടില്ല, അവിടെ നിന്ന് പറഞ്ഞിട്ടുമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. എന്നാലും അൽഹംദുലില്ലാഹ്
മയ്യിത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയ സലഫി പണ്ഡിതനായ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം മയ്യിത്തുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അഹ്കാമുൽ ജനാഇസി വ ബിദ്അഉഹാ എന്ന പേര്. ജനാസയുടെ വിധികളും അതുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകളും, അതാണ് കിതാബിന്റെ പേര്. അതിന്റെ അവസാനത്തിൽ അദ്ദേഹം സഞ്ചരിച്ച രാജ്യങ്ങളിൽ അദ്ദേഹം കണ്ട ആളുകളിൽ നിന്നൊക്കെ കിട്ടിയ വിവരമനുസരിച്ച് ലോകത്ത് പല സ്ഥലത്തും നടക്കുന്ന മയ്യിത്തുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകളെ അദ്ദേഹം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 232 ബിദ്അത്തുകൾ, എന്റെ ഓർമ്മ 232 ബിദ്അത്തുകൾ അദ്ദേഹം അക്കമിട്ട് മയ്യിത്തുമായി ബന്ധപ്പെട്ട് ലോകത്ത് പല സ്ഥലത്തും നടക്കുന്നത് മാത്രം. അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ 230 ഒരു 410 ആവും. അത്രയധികം അദ്ദേഹം ആ വിഷയത്തിൽ അതിൽ പരാമർശിച്ചു പോയിട്ടുണ്ട്. ഈ കിതാബ് അൽ ബിദ്അഉൽ ഹൗലിയ്യ എന്ന കിതാബാണ്. ഒരു കൊല്ലത്തിൽ മൊത്തം നടക്കുന്ന ബിദ്അത്തുകൾ, അതാണ് കിതാബിന്റെ പേര്. ഒരു കൊല്ലത്തിൽ അത് മുഹറം മാസത്തിലുള്ളത്, സഫറിലുള്ളത്, റജബിലുള്ളത്, ഇങ്ങനെ ഓരോ മാസം നടക്കുന്ന സ്പെഷ്യൽ ബിദ്അത്തുകളെ മാത്രം ഒരു പണ്ഡിതൻ അതെല്ലാം തെരഞ്ഞുപിടിച്ച് അതേക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കെല്ലാം എടുത്ത് അതെല്ലാം കോട്ട് ചെയ്ത് അദ്ദേഹം കിതാബ് ഉണ്ടാക്കിയതാണ്. കിതാബിന്റെ പേരിട്ടത് അൽ ബിദ്അഉൽ ഹൗലിയ്യ, ഒരു കൊല്ലം നടക്കുന്ന മൊത്തം ബിദ്അത്തുകൾ എന്നാണ് അദ്ദേഹത്തെ പേരുകൾ. ഖാമൂസുൽ ബിദ്അ എന്ന കിതാബുണ്ട്. ബിദ്അത്ത് ഡിക്ഷണറി, ലോകത്തിലെ എല്ലാ ബിദ്അത്തും നമ്മുടെ കൈ തപ്പേ കിട്ടും. അതിന്റെ ഡിക്ഷണറി ഒക്കെ പണ്ഡിതന്മാർ ചെയ്യുന്ന സേവനം. നമ്മളിവിടെ നമ്മളായിട്ട് വയലും ക്ലാസ് വെച്ച് പോകുന്നത് നമ്മൾ ലോകത്ത് പല സ്ഥലത്തും പല പണ്ഡിതന്മാർ ഇങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ വന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അതിൽപ്പെട്ടതാണ് മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ഇക്കൽ ചെല്ലല്, അതേപോലെ തസ്കീം ചെല്ലല്, പിന്നെ കത്തപ്പുര കത്തൽ, ഇതൊക്കെ അങ്ങനെ കത്തി കയറി വന്നതാണ്. മയ്യിത്തിന്റെ കൂടെ പോകുമ്പോൾ ശാന്തമായി മൗനമായി മരണത്തെക്കുറിച്ച് ഓർത്ത് പരലോകമാലോചിച്ച് വേദനിച്ച് വിഷമിച്ചിട്ടാണ് കൂടെ പോകേണ്ടത്. വർത്തമാനം പറഞ്ഞ് പോകാൻ പാടില്ല, രാഷ്ട്രീയം പറയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. അതേപോലെ മറ്റുള്ള ദിക്റുകളോ ദുആകളോ അതും ആ നിലയ്ക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് മരണത്തെക്കുറിച്ച് ആലോചിച്ച് വേദനിച്ച് വിഷമിച്ച് പോകേണ്ടതാണ് മയ്യിത്തിന്റെ കൂടെ. അതേപോലെ കബറിങ്ങളിൽ വെച്ചിട്ട് തലക്കും ചെല്ലി കൊടുക്കുക, ത്വര കെട്ടി 7 ദിവസം അവിടെ ഓടുക, അവിടെ 7, 14, 40 കഴിക്കുക, ആ വക ഏർപ്പാടൊന്നും പ്രമാണബദ്ധമല്ല. പിൽക്കാലത്ത് കയറി വന്ന ചില രീതികളാണതൊക്കെ എന്ന് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുക. അവസാനിപ്പിക്കല്ലേ? ഇന്നുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ള 2 വിഷയമാണ്. ഒന്ന്, തറാവീഹ് 20 റക്അത്ത് അത് ഇസ്ലാമികമാണോ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്, വെള്ളിയാഴ്ച ജുമായിൽ മാഷറ വിളിക്കുന്നൊരു സംഗതി, അതും ഇസ്ലാമികമാണ്. തറാവീഹുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക വ്യക്തമായി ഹദീസിൽ വന്നിട്ടുണ്ട്. യുസല്ലി അർബഅൻ ലാ തസൽ അൻ നസ്തിഹിന്ന വതൂലിഹിന്ന ثم يصلي 4 لا تسل عن نفسهن وطولهن ثم يصلي 3 എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരി അടക്കമുള്ളവർ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം 4 റക്അത്ത് നിസ്കരിക്കും, 2 4 നിസ്കരിക്കും. അത് ദീർഘമായ നിസ്കാരം. അത് ദൈർഘ്യം എത്രയാണ് എന്ന് നീ എന്നോട് ചോദിക്കരുത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ചോദിച്ചാൽ പറയാൻ കഴിയില്ല, അത്ര ദീർഘമായി സുന്ദരമായി നബി നിസ്കരിക്കും. ആ 4 കഴിഞ്ഞാൽ നബി ഒന്ന് കിടക്കും. ചിലപ്പോൾ ആ കിടത്തിൽ നബി ഒന്ന് ഉറങ്ങും. അപ്പൊ ആയിഷ ചോദിക്കും, അത്തനാമു ഖബ്ല അൻ തൂത്തിറ, നബിയെ ഒറ്റയാക്കാതെ ഉറങ്ങുകയാണ്. അപ്പൊ നബി പറയും, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ 2 കണ്ണേ ഉറങ്ങുന്നുള്ളൂ, എന്റെ കൽബ് ഉറങ്ങുന്നില്ല. പിന്നെ നബി എഴുന്നേൽക്കും, എന്നിട്ട് 4 റക്അത്ത് നിസ്കരിക്കും. 2 ദീർഘമായി ഖുർആൻ ഓതി സുന്ദരമായി ജനിക്കുന്നു. അവിടെയും ആയിഷ പറഞ്ഞു, എന്റെ നിങ്ങൾ ഒറ്റയാക്കാതെ ഉറങ്ങുകയാണോ? അവിടെ കാണാൻ പെൺകുട്ടി തട്ടം തളിക്കടി, മോളെ തട്ടം തലി അറിയൊന്ന് മാറിക്കും. അത് കഴിഞ്ഞാൽ നബി ഒന്നുകൂടെ കിടക്കും. അപ്പോഴും ആയിഷ ചോദിക്കും, ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, എന്റെ കൽബ് ഉറങ്ങുന്നില്ല. പിന്നീട് ഇവരെ എണീക്കും, സുമ്മ യുസല്ലി 3, പിന്നെ 3 റക്അത്ത് നിസ്കരിക്കും. ഇതാണ് നബിയുടെ മാർഗ്ഗം. സ്വഹാബത്തിൽ നിന്നും സ്ഥിരപ്പെട്ട വന്നതും അങ്ങനെയാണ്. ഉമർ ഖത്താബ് 20 നിസ്കരിച്ചു എവിടെയും നിസ്കരിക്കുന്നു. ഉമർ ഖത്താബ് 20 നിസ്കരിച്ചു വന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. പിന്നീട് കാലക്രമേണ പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ ആ നിസ്കാരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ദീർഘമായ നിസ്കാരമാണ് നബിയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. 5-6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദീർഘമായ നിസ്കാരം.
പിന്നെ അത്ര അധികം ദീർഘമായി ഒന്നിച്ച് നിൽക്കാൻ പ്രയാസമുള്ള ചിലരൊക്കെ അവിടെ ഒരു ക്ഷീണം വരുമ്പോൾ കുഴിയിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് അത്തയ്യാത്തിലിരുന്ന് സലാം കൂട്ടി അവിടെ ഒന്ന് വിശ്രമിക്കും. കുറച്ചൊരു പെണ്ണിയും എനിക്കും റക്അത്ത് അവർ എണ്ണം പരിഗണിച്ചില്ല. അപ്പൊ ചില ദിവസം 5 ആവും, ചിലപ്പോൾ 7 ആവും, ചിലപ്പോൾ 15 ആവും, ചിലപ്പോൾ 35 ആവും. എണ്ണം നോക്കാതെ ആ ടൈം അവർ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചു. ദീർഘമായി ഖുർആൻ ഓതുകയാണെങ്കിൽ അന്ന് റക്അത്ത് കുറച്ച് കുറയും. ഒരു ദിവസം ഖിറാഅത്ത് കുറച്ച് കുറഞ്ഞാൽ അന്ന് റക്അത്ത് ലേശം കൂടും. ഇമാം ഷാഫി റഹിമഹുള്ള അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഖിറാഅത്ത് ദീർഘിക്കുമ്പോൾ റക്അത്ത് കുറയുന്നു, അത് നല്ല കാര്യമാണ്. ഖിറാഅത്ത് കുറയുമ്പോൾ റക്അത്ത് കൂടുന്നു, അതും നല്ല കാര്യമാണ്. ആദ്യത്തേതാണ് എനിക്കിഷ്ടം. അഥവാ റക്അത്ത് കുറയുക, ഖിറാഅത്ത് നീളുക, അതാണ് എനിക്കിഷ്ടമെന്ന് ഇമാം ഷാഫി പറഞ്ഞത്. ഇമാം അസ്കലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ 6-ാം വാല്യം തറാവീഹുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പരിഗണനയിൽ പിൽക്കാലത്ത് പല സ്ഥലത്തും പല രൂപത്തിൽ നടന്നിട്ടുണ്ട്. മാലിക് മദ്ഹബിൽ 36 റക്അത്തും 39 റക്അത്തും വരെ നിസ്കരിച്ച ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തുർമുദി പറഞ്ഞത് അക്സറു മാ ഖീല ഫീഹി അന്നഹു 41 41 വരെ അതിൽ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 55 വരെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരെ വരെ നമുക്ക് കാണാൻ കഴിയും. അത് ഈ വകുപ്പിലാണ്. ഒലക്കപ്പറഞ്ഞ നിസ്കരിച്ച് പറഞ്ഞാണ്, ഹദീസ് വന്ന് പറഞ്ഞാണ്. അതിൽ ഈ പറഞ്ഞ വകുപ്പിൽ എണ്ണത്തിന് ഒരു സവിശേഷതയും കൽപ്പിക്കാതെ ദീർഘിക്കുന്ന രീതിയാണ് പിൽക്കാലത്തതിൽ ഉണ്ടായി വന്നത്. അല്ലാതെ അതിൽ ഒരു സ്ഥിരം സംവിധാനം വെച്ചിട്ടില്ല. അത് മാറിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ തറാവീഹ് വനാതെ 23, അതിന് അപ്പുറത്തേക്കും പറ്റില്ല അങ്ങോട്ടും പറ്റില്ല എന്നിടത്തേക്ക് എത്തി. നമ്മുടെ സന്ധ്യപ്പള്ളിയെ പറ്റി 36 സ്കെച്ച് നോക്കുക, അവിടെ നഷ്ടമാവും. 39 സ്കെച്ച് നോക്കുക, അത് പ്രശ്നമാവും. അപ്പൊ ഇവിടെ 23 തറാവീഹ് എന്ന് ഉറപ്പിക്കുകയും അതിന് താഴെ 11 സ്കെച്ചുള്ള മനുഷ്യന്മാർ ഒരു വെട്ടിച്ചെടുക്കിനെ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ 23 സുന്നത്ത് എന്നും അതാണ് സ്ഥിരപ്പെട്ടത് എന്നും ഉള്ള നിലക്കാകുമ്പോൾ അതിന് പ്രത്യേകത കൽപ്പിക്കലായി അത് വിദഗ്ധായി മാറി. എന്നാൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ആ ഒരു നയം അത് സ്വീകരിച്ചിട്ടില്ല. ഹദീസിൽ വന്ന് 11 എന്ന് പറയുകയും അതിൽ വർദ്ധിക്കുന്നതിന് വിരോധമുണ്ടോ വിരോധമില്ലേ എന്ന ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ പഴയകാലം മുതൽ തന്നെ കാണാൻ സാധിക്കുന്നു. ആ പരിഗണനയിൽ പല രാജ്യങ്ങളിലും ഹറമുകൾ അടക്കം പല രൂപത്തിലുള്ള സംസ്കാരങ്ങൾ. അപ്പൊ 2 ഹറമിലെ തറാവീഹുമായി ബന്ധപ്പെട്ട് 1300 കൊല്ലം 2 ഹറമിലെ തറാവീഹ് എങ്ങനെയായിരുന്നു എന്നൊരു കിതാബ് നമുക്ക് ഇന്ന് ലഭ്യമാണ്. 1300 കൊല്ലം 2 ഹറമിലെ തറാവീഹിന്റെ ചരിത്രം എന്ന പേര് കിതാബുണ്ട്. അതിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ ഭരണാധികാരികൾ വന്നപ്പോൾ ഓരോരോ രാജാക്കന്മാരെ കീഴിൽ അവിടെ നടന്ന വ്യത്യസ്തങ്ങളായ രീതികൾ, വ്യത്യസ്തങ്ങളായ എണ്ണങ്ങൾ, വ്യത്യസ്തങ്ങളായ ജമാഅത്തുകൾ, ഒരേ സമയത്ത് 6 ജമാഅത്ത് വരെ നടന്നൊക്കെ പറയുന്നുണ്ട്. രാജാക്കന്മാർക്ക് വേറെ ജമാഅത്ത്, സൈനിക ആളുകൾക്ക് വേറെ ജമാഅത്ത്, ഇങ്ങനെ തുടങ്ങി 4 മദ്ഹബിന് 4 ജമാഅത്ത്, ഇങ്ങനെയൊക്കെ നടന്ന ചരിത്രങ്ങൾ പോലും ആ കിതാബിൽ കാണാൻ കഴിയുന്നു. അത് ലോകത്ത് ബന്ധമുണ്ട്. മൊത്തത്തിൽ നബിയുടെ സുന്നത്താണ്. സുയൂത്തി റഹിമഹുല്ല തന്റെ അൽ ഹാബിബിലെ ഫതാവയിൽ തറാവീഹുമായി ബന്ധപ്പെട്ട് അൽ മസാബിഹു ഫി ഖിറാഅത്ത് തറാവീഹ് എന്ന അധ്യായം തന്നെ നൽകുന്നു. അതിൽ അദ്ദേഹം എല്ലാ ചർച്ചയും നടത്തി അവസാനം അദ്ദേഹം ഒരു ഹാഫിദു, ഈ ചർച്ചയുടെ ആകത്തുക അന്നൽ ഇസ്തീന ലം തസ്ബുത് മിൻ ഫഇലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ ചർച്ചയുടെ ആകത്തുക എന്ന് അദ്ദേഹം ആ ചർച്ചയിൽ പറയുന്നത്. അദ്ദേഹത്തെ അൽ ഹാബി ഫതാവ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് അതിലുള്ള നയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് എന്താ പറഞ്ഞത്? മഅസറബിൽ പിൽക്കാലത്ത് വന്ന ഒന്നാണ്. അത് നമ്മൾ തെളിവായി പറയുന്നത് പിന്നെ ഹജ്ജത്തുൽ വിദാഇൽ തങ്ങൾ സഹാബത്തിലെ കൂടെ ഹജ്ജിന് വേണ്ടി വന്നു. 1,00,000 സഹാബിമാർ അന്നുണ്ട്. ദുൽഹിജ്ജ 9 അറഫയിൽ ഒരുമിച്ച് കൂടി. അങ്ങനെ തങ്ങൾ അവിടെ മുഹൂർത്ത ശേഷം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്നു. അപ്പോൾ 1,00,000 സഹാബിമാർ അവരുടെ കുറെ സംസാരങ്ങളും ബഹളങ്ങളൊക്കെ ആയതുകൊണ്ട് നബിയുടെ ഈ സംസാരം അവരിലേക്ക് എത്തുന്നില്ല. അപ്പൊ നബി തങ്ങൾ തന്റെ വാള് അലിയുടെ അഭിപ്രായ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇസ്തൻസില്ല, ജനങ്ങളോടൊന്ന് മൗനമായി നിൽക്കാൻ പറയൂ. അലി റളിയല്ലാഹു നബിയുടെ വാള് ഇങ്ങനെ പൊക്കിപ്പിടിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോൾ സഹാബയ്ക്ക് മനസ്സിലായി നബിന്റെ വാള് നബിക്കെന്തോ പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ശാന്തരായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ തന്റെ പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം ഇവിടെ നടത്തി. ഇതാണ് മഅസറ വിളിക്ക് ഫിഖ്ഹ് പണ്ഡിതന്മാരൊക്കെയും തെളിവായി പറഞ്ഞ ഒരു സംഭവം.
അല്ലാതെ വെള്ളിയാഴ്ച നബി മുമ്പ് നോക്കിയപ്പോൾ ഒരാൾ ഇങ്ങനെ എടുത്തു കൊടുത്തു, അയാൾ മഹേശ്വരെ വിളിച്ചു എന്ന സംഭവം അവരാരും തെളിവായി പറഞ്ഞിട്ടില്ല. പറഞ്ഞ ആകെയുള്ള തെളിവ് ഈ ഒരു സംഭവം മാത്രമാണ്. ഇത് അതിനൊരിക്കലും തെളിവാക്കാൻ പര്യാപ്തമല്ല എന്നപ്പോൾ ആ സംഭവം കേട്ടതിന് ഇതിലേക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ സാധാരണ ഒരു വഴി വയ്ക്കുമ്പോൾ ഒന്ന് അതൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ സ്വാഗതം പറഞ്ഞ് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ അല്ല. ആ ഒരു സംവിധാനത്തിലേക്ക് തന്റെ വാള് കൊടുത്തു, വാള് ഇങ്ങനെ പൊന്തിച്ചുപിടിക്കുകയാണ്, വാളിനെ കുത്തിപ്പിടിച്ചൊക്കെയല്ല, അതേപോലെ വാളുകളെ പൊക്കിപ്പിടിച്ചു. അപ്പൊ നബിന്റെ വാളുണ്ടപ്പോൾ മനസ്സിലായി നബിക്ക് എന്തോ പറയാനുണ്ട്. അപ്പൊ എല്ലാവരും ശാന്തരായിരുന്നു. അതാണ് അതിലുള്ളത്. അത് തെളിവാക്കിയിട്ടാണ് ഈ മാസറ വിളി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് വേറെ തെളിവല്ല. അതിന് സ്ഥാനത്തുള്ള സുന്നത്തോ ഒരു വിഭാഗത്തോ തീരുണ്ടാക്കാൻ നമുക്ക് അനുവാദവുമില്ല. അല്ലാഹു വാള് അതിൽ നിന്ന് വന്നതാണ്. പിന്നെ അതിന് പല തത്വങ്ങളും രഹസ്യങ്ങളും ഒക്കെ മഹല്ലി ഒക്കെ പോലുള്ള കിതാബുകളിൽ അതിന് വേറെ ചില പിന്നെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കാണുന്നു. അതൊരിക്കലും ഏതായാലും ന്യായമല്ല. അപ്പൊ അങ്ങനത്തെ ഏതായാലും ഇല്ല. ശരി, നമ്മൾ അവസാനിപ്പിക്കലേ. സൗഹൃദമായി കൊണ്ടുവന്ന ഒരു ചോദ്യമാണ്. സൂറത്ത് മറിയത്തിന്റെ അവസാന ഭാഗത്ത് വത്തഹദുമുള്ള ആയിട്ട് പുറമായിട്ട് എനിക്കറിയില്ല. അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് മറ്റേ വിചാരണ നാളിൽ ഈ ബിംബങ്ങള് തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങളെ സഹായിക്കാന് എന്ന് പറയുന്നുള്ള ആ ഒരു ആയത്താണ്. അത് മക്ക മുശ്രിക്കുകളെ മേലെ ഇറങ്ങിയതാണ് ആയത്താണ്. അത് നമ്മളെ ഇപ്പോഴത്തെ ഈ സമൂഹത്തിന് ബാധകമല്ല എന്ന് ഇവിടെ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില ഭാഗങ്ങൾ പറയുമ്പോൾ മക്ക മുശ്രിക്കുകൾക്ക് വേണ്ടി മാത്രമാണ്, അത് ഇപ്പോഴത്തെ സമൂഹത്തിന് മാത്രമുള്ള, അല്ലാതെ ഇപ്പോഴത്തെ സമുദായത്തിന്റെ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയക്കാരെ മേലെ വെച്ച് കെട്ടിയിട്ട് അങ്ങനത്തെ ഒരു സമൂഹം പിൽക്കാലത്ത് വരുന്ന റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ മുനാഫിക്കുകളെ മേലെ ഉള്ള ആയത്തുകൾ വരുമ്പോൾ അത് മൊത്തത്തിൽ ഇറങ്ങിയ എന്നുള്ളത് അന്നത്തെ മുനാഫിക്കുകൾ മാത്രമല്ല ഇപ്പോഴത്തെ നമ്മളെ പോലത്തെ എല്ലാവർക്കും ഉള്ളൊരു ഇതുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിവരണം ഒന്ന്. പല ആയത്തുകളും ഇറങ്ങിയത് പല പശ്ചാത്തലത്തിലാണ്. ചില ആയത്ത് ജൂതന്മാരുമായി ബന്ധപ്പെട്ട് അവതരിക്കുന്നുണ്ട്, ചില നസാറാക്കളുമായി ബന്ധപ്പെട്ട് അവതരിക്കുന്നുണ്ട്, ചില മക്കയിലെ മുസ്ലിക്കുകളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്, ചിലത് മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്, ചിലത് സഹാബത്തുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേക സംഭവത്തിൽ ഇറങ്ങിയ ആയത്താണെങ്കിൽ ആ ആയത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം ആ സംഭവത്തിൽ ഭാഗവാക്കായ അവിടുത്തെ അതിന്റെ ആളുകൾ തന്നെയാണ് ഒന്നാമത്തെ ഉദ്ദേശം. എന്നാൽ ആ ആയത്തിൽ വന്ന ആശയങ്ങൾ അതേ സ്വഭാവം ഖിയാമത്ത് വരെ ആർക്കെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ബാധകമാണ്. ഇപ്പൊ ജൂതന്മാരെ പറ്റി പറഞ്ഞ ആയത്തുകൾ അങ്ങനെ തന്നെയാണ്. ഇനി മുസ്ലിങ്ങൾക്ക് ആയത്തോ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന ആയത്തിറങ്ങുമ്പോ അന്നാരാ സഹാബികളാണ്. നമ്മൾ പറയാം അത് നമ്മോടല്ല സഹാബികൾ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർവാഹമില്ലല്ലോ. അപ്പൊ എന്നതുപോലെ ഇപ്പോ തഫ്സീർ ജലാലിൽ കാണാം യാ അയ്യുഹൽ പിന്നെ യാ അയ്യുഹൽ ആമനൂ എന്ന് പറഞ്ഞിട്ടൊക്കെ അഹില മദീന മദീനക്കാരെ എന്നാ പറയാം. യാ അയ്യുഹൻ നാസ് എന്നൊക്കെ അഹില മക്ക മക്കാരെ എന്ന അർത്ഥം കൊടുത്തു. അത് മക്കാർക്ക് യാ അയ്യുഹൻ നാസ് ഒക്കെ മക്കാർക്ക്, യാ അയ്യുഹൽ ആമനൊക്കെ മദീനക്കാർക്ക് നമുക്കെന്താ. അപ്പൊ അതിലെ പ്രഥമ പ്രബോധിതർ അവരാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഉദ്ദേശം അവരുമാണ്. എന്നാൽ ആ ആശയത്തിൽ ആ സ്വഭാവത്തിൽ ലോകത്ത് ആരൊക്കെ ഏതൊക്കെ കാലത്ത് വരുന്നുവോ അവർക്കെല്ലാം അത് ബാധകവുമാണ്. എല്ലാം അങ്ങനത്തെ മദ്യപാനം പാടില്ല ആയത്തോചാൽ ഒരാൾക്ക് പാടി എന്ത് പറയാം, അത് നമ്മളെ പറ്റുന്നല്ല. അത് അന്ന് മക്കത്ത് അവിടുന്ന് ഭക്ഷണകാലം കുടിച്ച് നടന്ന മനുഷ്യന്മാരോട് പറഞ്ഞതല്ലേ നമുക്ക് പറയാൻ ബാധകാത എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒന്നില്ല. ആയത്തിലെ പൊതുവായ ആശയങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ചില ആയത്തിന് അവതരണ പശ്ചാത്തലമുണ്ടാകും. അതിന് ഒന്നാമത്തെ ഉദ്ദേശം അതാണ്. ചിലത് അവതരണ പശ്ചാത്തലം ഉണ്ടാവില്ല, പൊതുവായി പഠിപ്പിക്കപ്പെട്ടുണ്ടാവും. അതാണെനിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. അല്ലാഹു. ശരി, അവസാനിപ്പിക്കലേ. അപ്പൊ നമുക്ക് ഇനിയും അവസരം ഉണ്ടാക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിവിടെ വളരെ വിഷയത്തിന്റെ വിജയത്തിന്റെ ഗൗരവം എന്ന വിഷയം സംസാരിക്കുകയും ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ഇവിടെ ഒരു കാര്യം സന്തോഷത്തോടുകൂടി പറയുകയാണ്. ഇവിടുത്തെ മഹാജ നിവാസികൾ ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് ഫൈസൽ മസ്ലിയെ പറഞ്ഞ പോലെ തന്നെ രണ്ട് വിഭാഗത്തിലെ പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ മാലിലെ മൊത്തം 535 വീടുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ കോഡ് വർക്ക് നടത്തി ഇവരെല്ലാം വിളിച്ചു ചേർത്തു. നമ്മൾക്കൊരു ഇതുപോലെ നമ്മളുടെ സംശയം തിരിയുന്നത് രണ്ടു കൂട്ടർ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ പരിപാടി നടത്തുവാനും ഉള്ള അവസരം ഇനിയും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ